ഓക്കെ മക്കളെ, കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ അംഗം ഇവിടെ ആരംഭിക്കുന്നു. ബുക്ക്, പേന എല്ലാം റെഡിയാണല്ലോ, പഠിക്കാനുള്ള മനസ്സ്. ഓക്കെ, അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാനുള്ള ചികിത്സാ മാർഗരേഖ അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമായി മാറുന്നു കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ പുറത്തിറക്കി മാതൃകയാകുന്നു ആര്? കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ആദ്യമായി ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ചു ചേർക്കുന്ന തരം പശ നിർമ്മിച്ച രാജ്യമാണ് ചൈന. അടുത്തിടെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പത്രത്തിലൂടെയൊക്കെ വായിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. പൊട്ടിപ്പോയ അസ്ഥികൾ നിമിഷങ്ങൾക്കകം ഒട്ടിച്ചു ചേർക്കാൻ കഴിയുന്ന പശ രൂപീകരിച്ച അല്ലെങ്കിൽ നിർമ്മിച്ചെടുത്ത രാജ്യം ഏതാണടാ? ചൈനയാണ്. ചൈന. 2025 സെപ്റ്റംബറിൽ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം സ്പെയിനാണ്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പഠിച്ചില്ല എങ്കിൽ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? നമ്മുടെ സ്വന്തം ലയണൽ മെസ്സിയുടെ അർജന്റീന ആയിരിക്കും അല്ലേ ഉത്തരം വരിക. നമ്മൾ കൂടുതലും പറയാൻ സാധ്യതയുള്ള അതായിരിക്കും. നോക്കിക്കോടാ, 2025 സെപ്റ്റംബർ പുറത്തിറക്കിയ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്പെയിനാണ്. ഏതാണ്? സ്പെയിനാണ്. സ്പെയിനിന്റെ കായിക വിനോദം ഏതാ? കാളപ്പോരാണ് അല്ലേ? സ്പെയിനിൻ്റെത് കാളപ്പോരാണ്. അപ്പോൾ ഒന്നുകൂടെ, 2025 സെപ്റ്റംബറിലെ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്പെയിനാണ്. ഓക്കെ, രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സേന ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര. രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സേന ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ ബിത്രയാണ്. ബിത്ര. എന്തായിരുന്നു ചോദ്യം? രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സേന ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ബിത്ര. കുഞ്ഞുങ്ങളെ, ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എന്തായാലും വീഡിയോ കാണത്തില്ല. അപ്പോൾ കേട്ട് കൃത്യമായി പഠിക്കാനും ഒപ്പം എന്താണ് ഇങ്ങനെ പോസ് ചെയ്ത് വെച്ച് കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനും കൂടെയാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, അടുത്ത വരുന്ന എക്സാം അത് ഏത് തന്നെ ആയാലും ഡിഗ്രി ലെവലാകട്ടെ, +2 ലെവലാകട്ടെ, ദെൻ 10th ലെവലാകട്ടെ, നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. യെസ്. അപ്പോൾ രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സേന ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്രയാണ്. നെക്സ്റ്റ്, കേരള കൾച്ചറൽ ഫോറത്തിന്റെ സത്യൻ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉർവശിക്കാണ്. ഉർവശിയാണ്. കേരള കൾച്ചറൽ ഫോറത്തിന്റെ സത്യൻ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഉർവശിയാണ്. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, 2025 ഒക്ടോബറിൽ അന്തരിച്ച 1952 ചരിത്രത്തിൽ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച പാകിസ്ഥാൻ താരമാര് എന്ന് ചോദിച്ചാൽ വസീർ മുഹമ്മദ് ആണ്. വസീർ മുഹമ്മദ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച 1952 ചരിത്രത്തിൽ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച പാക് താരമാണ് വസീർ മുഹമ്മദ്. വസീർ മുഹമ്മദ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് കുഞ്ഞുങ്ങളെ. നമുക്ക് തോന്നുന്നു മഹാരാഷ്ട്രയാണെന്നല്ലേ? എനിക്ക് വെറുതെ അങ്ങനെ തോന്നിയിരുന്നു. യെസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. ഫുഡീസ് ഒക്കെ ധാരാളം ഉള്ളത് കേരളത്തിലല്ലയോ? അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത് എവിടെയാണെടാ? കേരളമാണ്. കേരളം. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ചു ചേർക്കാനുള്ള പശ നിർമ്മിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ചൈന. 2025 സെപ്റ്റംബറിൽ ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയത് സ്പെയിനാണ്. സ്പെയിൻ. രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സേന ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപാണ് ബിത്ര. കേരള കൾച്ചറൽ ഫോറത്തിന്റെ സത്യൻ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഉർവശിക്ക്. 2025 ഒക്ടോബറിൽ അന്തരിച്ച 1952 ചരിത്രത്തിൽ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച പാകിസ്ഥാൻ താരം വസീർ മുഹമ്മദ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളം. അപ്പോൾ തുടക്കവും ഒടുക്കവും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയത് കേരളമെന്നും ഇന്ത്യയിൽ ഏറ്റവും 5 സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളത് കേരളം. കൂടുതൽ കറണ്ട് അഫയേഴ്സുമായി അടുത്ത ദിവസം കൃത്യം 5 മണിക്ക് കാണാം. ബൈ.